പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 91ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മനോഹരമായ ചുവന്ന പൂക്കൾ വിരിയുന്ന അത്ര സാധാരണമല്ലാത്ത ഒരു സസ്യത്തെക്കുറിച്ചാണ്. സ്കാർലെറ്റ് ഫയർ സ്പൈക്ക്. ഒഡോണ്ടോണിമ കുസ്പിഡാറ്റം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം അക്കാന്തേസിയെ ഫാമിലിയിൽ ഉൾപ്പെട്ട ഒരു കുറ്റിച്ചെടിയാണ്. മെക്സിക്കോയിൽ ഈ സസ്യം എൻഡമിക്കാണ്. അവിടെ മാത്രം വളരുന്ന ഈ സസ്യം ഫ്ലോറിഡ, മധ്യ അമേരിക്ക, തെക്കേ അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്, പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ പരിചയപ്പെടുത്തിയ ഇനമാണ്. അലങ്കാര സസ്യമായ ഫയർ സ്പൈക്കിൻ്റെ മറ്റ് പേരുകളാണ് മോട്ടിൽഡ് ടൂത്ത്ഡ് ത്രെഡ്, കർഡിനാൾസ് ഗാർഡ് എന്നിവ. പൂക്കളുടെ മനോഹാരിതയാണ് സസ്യത്തെ നല്ലൊരു അലങ്കാര സസ്യമാക്കി മാറ്റുന്നത്. ഇലകളും മനോഹരമാണ്. പൂന്തോട്ടങ്ങളിൽ ബോർഡർ സസ്യമായും ലാൻഡ്സ്കേപ്പിംഗ് സസ്യമായുമാണ് മനോഹരമായ പൂക്കൾ വിരിയുന്ന ഈ കുറ്റിച്ചെടി ഉപയോഗിക്കുന്നത്. ചട്ടികളിലും വളർത്താം. പൊതുവെ വിഷകാരിയല്ലാത്ത ഈ സസ്യം 4 മുതൽ 6 അടി ഉയരം വരെ വളരുന്നു. ചെടിയുടെ അഗ്രഭാഗത്തായി 3 ഇഞ്ച് നീളത്തിൽ കുഴലുകൾ പോലെയുള്ള ചുവന്ന പൂക്കൾ കുലകളായി കാണപ്പെടുന്നു. തിളക്കമാർന്ന ഈ ചുവന്ന പൂക്കൾ ഹമ്മിങ് ബേഡുകളെയും വലിയ പൂമ്പാറ്റകളെയും സസ്യത്തിലേക്ക് ആകർഷിക്കുന്നു. തണുപ്പുകാലം ഏറെ ഇഷ്ടപ്പെടുന്ന സസ്യമാണ് ഇത്. ദീർഘവൃത്താകൃതിയിൽ തിളക്കമാർന്ന ഇലകൾക്ക് 10 ഇഞ്ച് വരെ നീളം ഉണ്ടാകാം. എന്നാൽ വളരെ ആകർഷകമായ സസ്യഭാഗം അഗ്രഭാഗത്തായി കാണപ്പെടുന്ന വലുതും തിളക്കമാർന്നതും കുലകളായി കാണപ്പെടുന്നതുമായ ചുവന്ന പൂക്കൾ തന്നെയാണ്. സസ്യത്തിൻ്റെ കാണ്ഡഭാഗം 4 മുതൽ 5 ഇഞ്ച് വലിപ്പത്തിൽ മുറിച്ചെടുത്ത് ഇലകൾ കളഞ്ഞ് ചട്ടികളിൽ മാറ്റി നടാവുന്നതാണ്. നടുന്നതിന് മുമ്പ് മുറിച്ച കാണ്ഡഭാഗം റൂട്ടിംഗ് ഹോർമോൺ പുരട്ടി നട്ടാൽ വളരെ വേഗം വേരുകൾ മുളയ്ക്കാൻ സഹായകമാവും. വേണ്ടത്ര സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ സസ്യത്തിൽ പൂക്കൾ പ്രതീക്ഷിക്കുന്ന പോലെ ഉണ്ടാകണമെന്നില്ല. നേരിട്ടല്ലാത്ത സൂര്യപ്രകാശം 4 മുതൽ 6 മണിക്കൂർ ദിവസവും ലഭിക്കണം. ഇത് സസ്യവളർച്ചയ്ക്കും പുഷ്പിക്കലിനും ആവശ്യമാണ്. ചിലപ്പോൾ സസ്യത്തിൻ്റെ ഇലകൾ മഞ്ഞ നിറമായി മാറാറുണ്ട്. ഇത് അധികമായ നനയെ സൂചിപ്പിക്കുന്നു. മിതമായ നനയും നീർവാഴ്ചയുള്ള മണ്ണും സസ്യത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമാണ്. മാറ്റി നടുന്ന സസ്യത്തിൽ മണ്ണ് നനയാൻ മാത്രമുള്ള നന മതി. വെള്ളം കെട്ടിനിൽക്കാതെ നോക്കണം. ധാരാളം പൂക്കൾ വിരിയാൻ ശരിയായ പ്രൂണിംഗ് അഥവാ കമ്പുകോതൽ നടത്തേണ്ടതാണ്. തണുപ്പുകാലത്തിൻ്റെ അവസാനവും വസന്തകാലത്തിൻ്റെ ആദ്യവുമാണ് പ്രൂണിങ്ങിന് അനുയോജ്യം. ഇതിലൂടെ സസ്യത്തിലെ നിർജീവമായ ഇലകൾ കളയാനും അനപരിശീലനമായ വളർച്ച തടയാനും സാധിക്കും. അതുവഴി സസ്യം ഇടതൂർന്ന് വളരാൻ സഹായിക്കുന്നു. NPK വളങ്ങൾ 10-10-10 എന്ന തോതിലും 5-10-5 എന്ന അനുപാതത്തിലും കൃത്യമായ ഇടവേളകളിൽ നൽകിയാൽ സസ്യം നന്നായി വളരും. നൈട്രജന്റെ അളവ് അധികമായാൽ ഇലകളുടെ വളർച്ച
ത്വരിതമാവുകയും പൂക്കളുടെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. അതിനാൽ മിതമായ തോതിലുള്ള വളപ്രയോഗമാണ് നല്ലത്. ഉദ്യാന സസ്യങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വളരെ അനുയോജ്യമായ ഒരു രാസഘടകമാണ് എപ്സം സാൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ്. സസ്യവളർച്ചയ്ക്ക് അനുയോജ്യമായ മഗ്നീഷ്യവും സൾഫറും ഇതിൽ നിന്നും ലഭിക്കും. ഹരിതകത്തിൻ്റെ ഉൽപ്പാദനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു മൂലകമാണ് മഗ്നീഷ്യം. അതുവഴി പ്രകാശ സംശ്ലേഷണ പ്രക്രിയ ത്വരിതപ്പെടുത്താൻ സാധിക്കും. 1 ടീസ്പൂൺ എപ്സം സാൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ചകളുടെ ഇടവേളകളിൽ സസ്യത്തിൻ്റെ ചുവട്ടിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് സസ്യത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കും. എപ്സം സാൾട്ട് നേരിട്ട് ചെടികൾക്ക് ഇട്ടുകൊടുക്കരുത്. നമ്മുടെ നാട്ടിൽ അധികം കാണുന്നില്ലെങ്കിലും മാംസഭോജികളായ സസ്യങ്ങളായ പിച്ചർ പ്ലാന്റ്, വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺ ഡ്യൂ എന്നിവ എപ്സം സാൾട്ടിനെ സ്വീകരിക്കുന്നവയല്ല. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഓക്സിഡൻറ്റ് ഏജൻ്റായി പ്രവർത്തിക്കുന്ന സസ്യമാണ് സ്കാർലറ്റ് ഫയർ സ്പൈക്ക്. നാടോടി വൈദ്യത്തിൽ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നതിനും മുറി ഉണക്കുന്നതിനും ഈ സസ്യം ഉപയോഗിക്കുന്നു. ബുർക്കിനോ ഫാസോയിൽ സസ്യ ഇലകളുടെ ജലീയ എക്സ്ട്രാക്റ്റ് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നു. കൂടാതെ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമായി കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. വളരെ ആകർഷകമായ ഒരു സ്കാർലറ്റ് ഫയർ സ്പൈക്ക് ചെടി നമ്മുടെ ഉദ്യാനത്തിലും വളരട്ടെ. ചട്ടിയിലോ അല്ലാതെയോ വളർത്താം. പൂന്തോട്ടം മനോഹരമാവട്ടെ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.